വീട്ടിലോട്ട് പുതിയ സോഫ വാങ്ങുമ്പോൾ അളവ് മാറിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അപ്പൊ എങ്ങനെ ഒരു സോഫ പർച്ചേസ് ചെയ്യുമ്പോൾ അളവ് എടുക്കാൻ നമുക്കൊന്ന് നോക്കിയാലോ. തന്നെ ഈ സോഫ ഇടുമ്പോൾ നമ്മൾ കോർണർ സോഫ ആണെന്നുണ്ടെങ്കിൽ കോർണർ ഈ ഭാഗത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡാണ്, ഇതിന്റെ ലെഫ്റ്റ് സൈഡാണ്. ഇവിടെ നമ്മൾ മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യം വാൾ ടു വാൾ നമ്മൾ എപ്പോഴും അളവ് എടുക്കരുത്. നമ്മൾ ടൈലാണെന്നുണ്ടെങ്കിലും മാർബിൾ ആണെന്നുണ്ടെങ്കിലും എപ്പോഴും ഫ്ലോർ ടു ഫ്ലോർ അളവെടുക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാൾ ടു വാൾ അളവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സോഫ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കൺജസ്റ്റഡ് ആവും, നമുക്ക് ഇടാൻ പറ്റൂല. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും ഫ്ലോർ ടു ഫ്ലോർ അളവെടുക്കുക. റൈറ്റും ലെഫ്റ്റും നോക്കിയിട്ട് ഫ്ലോർ ടു ഫ്ലോർ അളവെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഡോറ് വരുന്നുണ്ടെങ്കിൽ ഡോറ് അടക്കാനും തുറക്കാനും പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളെ സോഫ. അപ്പൊ അതെപ്പോഴും മനസ്സിലാക്കി തന്നെ അളവെടുക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സോഫ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡോറ് ക്ലോസ് ചെയ്യാൻ പറ്റൂല. ഇതൊരു കാര്യം. പിന്നെ നമുക്ക് ലോഞ്ചർ സോഫ ആണെന്നുണ്ടെങ്കിൽ ലോഞ്ചർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ലോഞ്ചറിന്റെ സൈഡ് മനസ്സിലാക്കുക. റൈറ്റിലാണോ ലെഫ്റ്റിലാണോ ലോഞ്ചർ വരുന്നതെന്ന് മനസ്സിലാക്കുക. അത് പറയാതെ നമ്മൾ സോഫ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ലോഞ്ചർ സൈഡ് മാറി കഴിഞ്ഞാൽ പിന്നെ അതും നമുക്ക് ഇവിടെ ഇടാൻ പറ്റൂല. അപ്പൊ ഈ കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. എല്ലാ അപ്ഡേറ്റും നിങ്ങൾ അറിയിക്കുന്നതാണ്.